രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടം ഏറെ വിവാദങ്ങളിലൂടെയും ആരോപണങ്ങളിലൂടെയും പ്രത്യാക്രമണങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത്. പല സംഭവങ്ങളിലായി NDA മുന്നണിയിലും ഇന്ത്യ മുന്നണിയിലുമൊക്കെ അതിൻ്റെ തിരമാലകൾ അലയടിക്കുന്നുണ്ട്. 12 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 94 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മൂന്നാം ഘട്ടത്തിൻ്റെ അവസാന ലാപ്പിൽ കത്തി നിൽക്കുന്നത് കർണാടകയിലെ NDA സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണയ്ക്കും അച്ഛൻ HD രേവണ്ണയ്ക്കുമെതിരെ ഉയർന്ന പീഡന കേസുകളാണ്. ഹാസനിലെ സിറ്റിംഗ് MP ആയ പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി പ്രചാരണം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ പുറത്തു വന്നത്. പ്രജ്വലിൻ്റെ ലൈംഗിക പീഡനത്തിന് നിരവധി സ്ത്രീകൾ ഇരയായിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. 3000-ഓളം പീഡന ദൃശ്യങ്ങളും ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ജർമ്മനിയിലേക്ക് പറന്ന പ്രജ്വലിനെ തിരിച്ചെത്തിക്കാൻ CBI ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലൈംഗിക പീഡന കേസിലെ അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ HD രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വീണുകിട്ടിയ അവസരം കോൺഗ്രസ് ഉപയോഗിച്ചു. രാഹുൽ ഗാന്ധി അടക്കം BJPക്കെതിരെ രൂക്ഷ ഭാഷയിൽ പ്രതികരിച്ച് രംഗത്തെത്തി. അമ്മമാരെയും സഹോദരിമാരെയും ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ക്രൂരന് വേണ്ടിയാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രചാരണം നടത്തിയതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതേസമയം കോൺഗ്രസിലാകട്ടെ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അവസാനമുണ്ടായതും മൂന്നാം ഘട്ട പ്രചാരണത്തിനിടെയാണ്. അമേഠിയിൽ നെഹ്റു കുടുംബത്തിൻ്റെ വിശ്വസ്തൻ കിഷോരിലാൽ ശർമ്മയെ ഇറക്കിയ കോൺഗ്രസ് രാഹുലിനെ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയാക്കി. സോണിയാഗാന്ധിയുടെ മണ്ഡലത്തിൽ രാഹുൽ ഇറങ്ങിയതോടെ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് അന്ത്യമായി. രാഹുൽ ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന് ആരോപിച്ചിരുന്ന BJP ഇതോടെ പ്ലേറ്റ് തിരിച്ചു. വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും റായ്ബറേലിയിൽ ജയിച്ചാൽ വയനാട്ടിലെ MP സ്ഥാനം രാജിവെക്കുമെന്നും BJP പ്രചരിപ്പിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരെ ഉയർന്ന പീഡന വിവാദവും മൂന്നാം ഘട്ടത്തിൽ ചർച്ചയായി. രാജ്ഭവനിൽ ജീവനക്കാരി നൽകിയ ലൈംഗികാതിക്രമ പരാതിയിലാണ് ആനന്ദബോസിനെതിരെ കൊൽക്കത്ത പോലീസ് അന്വേഷണം നടത്തുന്നത്. സന്ദേശ് ഖാലിയിലെ പീഡന ആരോപണങ്ങളിൽ പിടിച്ച് മമതാ ബാനർജിക്കെതിരെ വൻപിച്ച പ്രചാരണം നടത്തിയ BJP ആനന്ദബോസിനെതിരായുള്ള ആരോപണം വന്നതോടെ വെട്ടിലായി. AAPയുമായുള്ള കോൺഗ്രസ് സഖ്യത്തിൻ്റെ പേരിൽ ഡൽഹി കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടായത് ഇന്ത്യ സഖ്യത്തിന് വെല്ലുവിളിയായിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച PCC അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലാവ്ലി BJPയിൽ ചേരുകയും ചെയ്തു. ലാവ്ലിയുടെ ചുവട് പിടിച്ച് നിരവധി പ്രാദേശിക നേതാക്കളും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. ഇത് കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. 1351 സ്ഥാനാർത്ഥികളാണ് മൂന്നാം ഘട്ടത്തിൽ മത്സരരംഗത്തുള്ളത്. മുഴുവൻ സീറ്റിലും വോട്ടെടുപ്പ് നടക്കുന്ന ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. 668 പേരാണ് ഗുജറാത്തിൽ നിന്ന് മത്സരിക്കുന്നത്. ഇതിൽ സൂററ്റ് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പട്ടിക തള്ളുകയും മറ്റ് സ്ഥാനാർത്ഥികൾ പട്ടിക പിൻവലിക്കുകയും ചെയ്തതോടെ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ ജയിച്ചത് വലിയ വിവാദമായിരുന്നു. കോൺഗ്രസിൻ്റെ നീലേഷ് കുംഭാണിയായിരുന്നു ദലാലിൻ്റെ പ്രധാന എതിരാളി. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പത്രികയിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് വരണാധികാരി പത്രിക തള്ളുകയായിരുന്നു. നീലേഷിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്താങ്ങിയവരുടെ ഒപ്പ് വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക തള്ളിയത്. ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ വിജയം BJPക്ക് സ്വന്തമാവുകയും ചെയ്തു. സൂററ്റിലേത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. സൂറത്തിനു പിന്നാലെ ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് ബാമും ഒഡീഷയിലെ പുരിയിലെ സുചാരിക മൊഹന്തിയും പത്രിക പിൻവലിച്ചിട്ടുണ്ട്. ഇത് BJPക്കെതിരായ ആരോപണങ്ങൾ കൂടുതൽ ശക്തി പകരുന്നതിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കരുത്തന്മാരുടെ പോരാട്ടം കൂടിയാണ് മൂന്നാം ഘട്ടം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് കളത്തിലിറങ്ങുന്ന പ്രമുഖൻ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്നാണ് അമിത്ഷാ മത്സരിക്കുന്നത്. UPയിലെ മെയിൻപുരിയിൽ നിന്ന് SPയുടെ ഡിംപിൾ യാദവ് ജനവിധി തേടുന്നുണ്ട്. കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ മധ്യപ്രദേശിലെ ഗുണയിൽ നിന്നാണ് മത്സരിക്കുന്നത്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, NCPയുടെ സുപ്രിയ സുലെ തുടങ്ങിയവരും മൂന്നാം ഘട്ടത്തിൽ ജനപ്രീതി നേടുന്ന പ്രധാനികളാണ്. ബാരാമതിയിൽ സുപ്രിയയെ നേരിടുന്നത് അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറാണ്. ഇതോടെ ഒരേ കുടുംബത്തിലെ രണ്ടുപേർ തമ്മിലുള്ള പോരാട്ടമായി ബാരാമതിയിലെ മത്സരം മാറിയിട്ടുണ്ട്. കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ മുൻപന്തിയിലാണ് ബാരാമതി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അധിർ രഞ്ജൻ ചൗധരി ബംഗാളിലെ ഫരംപൂരിൽ നിന്ന് ജനവിധി തേടുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ്, കർണാടകയിലെ ധാർവാദിൽ നിന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി എന്നിവരും കളത്തിലിറങ്ങുന്നവരിൽ പ്രമുഖരാണ്.